ബാഗുണ്ട്, തട്ടികളെ. പട്ടിണി കിടന്നാൽ നിന്റെ ശരീരമാണ് മോശമാകുന്നത്. മോള് വിഷമിക്കണ്ട, ദീപ് തിരിച്ചു വരും. എനിക്ക് വിശ്വാസമില്ല അമ്മേ. അഞ്ചും മൂന്നും കൂട്ടി വിട്ടാൽ ആകുമേ 8, 5ഉം 3ഉം കൂട്ടി വിട്ടാൽ ആകുമേ 8. സാർ, പെട്ടി ഞാൻ എടുത്തോളാം. എടാ പയ്യനെ, വർഷം 30 30 years ഈ പെട്ടി എന്റെ ചുമലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവനല്ല, ഇവന്റെ ഫാദേഴ്സ് പെട്ടി എന്റെ ചുമലിലിരിക്കും. സാർ, വയറ് വിശന്നിട്ടാ സാർ, എന്തെങ്കിലും തന്നാ മതി, പെട്ടി ഞാൻ എടുത്തോണ്ട് തരാം. എടാ, നിന്നെ കണ്ടിട്ട് കൊള്ളാവുന്ന ലാൻഡ് ലോഡ് വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നല്ലോ. കുറെ ദൂരെയാ, ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം 2 പേർ തട്ടിയെടുത്തു. നിനക്ക് വേണ്ടപ്പെട്ട ഫാമിലീസ് ഒന്നും നിന്റെ വീട്ടിലില്ല? ഇല്ല. ഫാദേഴ്സും മദേഴ്സും ഒന്നും? പാവം. 1 rupees ഉണ്ട്. നീ പോയി വയറ് നിറച്ച് കാപ്പിയും ഫുഡും ഒക്കെ കഴിച്ചു പോ. വേണ്ട സാർ, ചുമ്മാതെനിക്ക് കാശ് വേണ്ട. വെരി ഗുഡ്. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാനൊരു വർക്ക് ശരിപ്പെടുത്തി തരാം. ഡെഫിനറ്റ്ലി. വരുന്നോ? വരാം സാർ. വെരി ഗുഡ്. കം ഓൺ. യു ഡോണ്ട് ടച്ച് മൈ ബോക്സ്, ഈസ് വെരി കോസ്റ്റ്ലി ഫോർ 5. കം ഓൺ. മോളെ രാധേ, നീ എവിടെ മോളെ? അച്ഛൻ കമ്മിങ്. ദിസ് ഈസ് മൈ മകൾ രാധ. ഈ ചെറുക്കനേതാച്ച? അങ്ങ് ദൂരെ എവിടെയോ ഉള്ളതാ. ഏതോ തെമ്മാടികൾ ഇവന്റെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ച് അടിച്ച് വഴിയിലിട്ടിരിക്കുന്നു. ആരും ഇല്ലാത്തവനാന്നാ പറയുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരും. വഴി
കിടന്നതിനെയൊക്കെ വലിച്ചെടുത്ത് ഇങ്ങോട്ടെന്തിനാ കൊണ്ടുവന്നത്? മോളെ, ഇവൻ ഈസ് വെരി പാവം. വിശന്ന് തളർന്നാ വരുന്നത്. നീ കുറച്ച് ചോറ് വിളമ്പി ഇവന് കൊടുക്കണം. വരുന്നവർക്കൊക്കെ ചോറ് കൊടുക്കാൻ എന്താ ഹോട്ടലാണോ? പച്ചക്കപ്പതിന്നിട്ട് നലന്തിക്കൊരു കുട്ടി മാരിച്ചാലേ. മോളെ, എന്നാ മിഠായി. യു ഗോ. യു കം ഹിയർ. എടാ, നിനക്ക് ഞാനൊരു വേക്കൻസി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? എന്താണ് എടാ വേക്കൻസി എന്ന് പറഞ്ഞാൽ ജോലി. എവിടെയാണ് അമ്മാവ? ഇവിടെ അടുത്ത് തന്നെ. പക്ഷേ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോന്ന് എനിക്കൊരു ഡൗട്ട്. എന്ത് പണിയാച്ച? യു ഡോണ്ട് വെറി. എഴുത്തും കുത്തൊന്നുമല്ല, ചകിരി പിച്ചൽ വേക്കൻസി. അതിന് ഈ ചെറുക്കം കൊള്ളാമോ? എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. എന്നാൽ ടുമാറോ മുതൽ നീ ആ വേക്കൻസിന് പോയിട്ട് വേറൊരു വേക്കൻസി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കാം. മോളെ, കുളിക്കാനുള്ള വാട്ടർ ചൂടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടച്ചാ. വീഴുന്നില്ലേ? രാധേ, രാധേ. എന്താ? ഹായ്, എന്തൊക്കെയാ ഇത്? നീ ഇതൊക്കെ കൊണ്ടുപോയി വല്ലതൊക്കെ ഉണ്ടാക്ക്. ഇതൊക്കെ വാങ്ങാൻ കാശ് എവിടെ നിന്ന് കിട്ടി? എനിക്കിന്ന് ശമ്പളം കിട്ടി. അച്ഛൻ വന്നോ? അച്ഛനില്ല, എങ്ങും പോയില്ല. മേല് തോന്നുന്നു പോലെ അകത്ത് കിടക്കുക. മരുന്ന് വാങ്ങിച്ചോ? വാങ്ങിച്ചാലും കുടിക്കത്തില്ല. പിന്നെ ഇവിടെ കാശും ഇല്ലായിരുന്നു. രാധേ, ഇനി ഇത്രേ ബാക്കിയുള്ളൂ. പറ്റുമെങ്കിൽ ഇതിന് മരുന്ന് വാങ്ങിക്കേ. അയ്യോ, ഇത് തികയത്തില്ല. നമുക്ക് പിന്നെ വാങ്ങാം. ബാ അച്ഛാ, ഇത് കണ്ടോ? ഇതൊക്കെ ഈ ചെറുക്കം വാങ്ങിക്കൊണ്ട് വന്നതാ. നീ എന്തിനാടാ മോനെ ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരുന്നത്? അസുഖം എങ്ങനുണ്ട്? മരുന്ന് വാങ്ങണ്ടേ? ഓ, നെവർ മൈൻഡ്, ഡോണ്ട് വെറി. ഓക്കെ, 2 ദിവസം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. നീ എന്തിനാടി മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി വല്ലതും ഉണ്ടാക്ക്. മോനെ, വിഷമം പിടിച്ച ജോലിയാണ് ഇല്ലേ? 2 ദിവസത്തെ വിഷമേ ഉണ്ടാവോ മാവ? അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്ന വീടാണ്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ്. ഇനി എന്തായാലും അമ്മാവും ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ എന്തായാലും എനിക്കും ജോലി ഉണ്ടല്ലോ. മോനെ,
മിഠായി നിനക്ക് തിന്നാൻ. വേണ്ടെങ്കിൽ ഞാൻ വേറെ കൊടുക്കും പറഞ്ഞേക്കാം. അയ്യോ, ഒന്നിങ്ങ് തന്നേനെ ഞാൻ തിന്നേക്കാം. അതെന്താ അച്ഛന് മരുന്നാണോ? ഇത്ര വലിയ കുപ്പിയിലോ? നോക്കട്ടെ. വേണ്ട, ഞാൻ കൊടുത്തോളാം. നോക്കട്ടെ എന്ന്. വീടിനാവേ. ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. കള്ള്. ഇയാളെ നിന്റെ അച്ഛനെ കൊണ്ട് കള്ളു കുടിപ്പിക്കാൻ പോവാണ്. കള്ളു കുടിച്ചു കുടിച്ച എന്റെ അച്ഛൻ ഇങ്ങനെ ആയത്. ഇതാ, ഇനി മേലാൽ എന്റെ അച്ഛന് കള്ളു വാങ്ങിച്ചു കൊടുക്കല്ലേ. ദൈവമാണ് മോനെ നിന്നെ എനിക്ക് കൊണ്ടു തന്നത്. ഒരു മോനില്ലാത്ത സങ്കടം ഇപ്പൊ എനിക്ക് മാറി. ഓ, ഞാൻ ചത്ത എന്റെ മോളെ നോക്കാൻ ആരുമില്ലല്ലോ എന്നായിരുന്നു എന്റെ ഫീലിംഗ്. നീ പേടിക്കണ്ടേ മോളെ, എന്റെ മോളെ നോക്കാൻ ആളുണ്ട്. എന്റെ പൊന്നു മോൻ നിന്നെ നോക്കിക്കോളും. ഞാൻ കള്ളു കുടിക്കുന്നത് എന്റെ മോക്ക് ഇഷ്ടല്ല. എന്തിനാ അമ്മാവൻ കള്ളു കുടിക്കുന്നേ? ലൈഫ് ടൈമിൽ സംതിങ് സുഖമൊക്കെ വേണ്ട മോനെ. അമ്മയില്ലാത്ത പാവം പെണ്ണാ രാധ. അവളുടെ കണ്ണീരിനേക്കാൾ വലുതാണോ അമ്മാവ കള്ളു കുടിച്ചാൽ കിട്ടുന്ന സുഖം? ഇല്ലട മോനെ, ഞാൻ നീ കുടിക്കൂല. ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതെന്റെ അവസാനത്തെ കുടി. അവസാനം.